ഇന്ന് നമുക്കൊരു സ്റ്റോറി കേട്ട് നോക്കിയാലോ. ഒരു അമ്മയും മകൻ്റെ ചെറിയൊരു കഥയാണിത്. വർഷങ്ങളായിട്ടൊരു വീട്ടിൽ അമ്മ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. ആൾക്കൊരു മകനാണ് ഉണ്ടായിരുന്നത്. മകന് ജോലിയൊക്കെ കിട്ടി. മകൻ നഗരത്തിലേക്ക് പോയി. ആദ്യമൊക്കെ മകൻ അവിടെ ചെന്നു ഓരോ ദിവസത്തെ വിശേഷങ്ങൾ അമ്മേനെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ചു കാലം പോയി. പിന്നെ ആ മകൻ്റെ കോള് ആഴ്ചകളായി, മാസങ്ങളായി, പിന്നെ വല്ലപ്പോഴുമായിട്ട് അതങ്ങ് ചുരുങ്ങി തുടങ്ങി. ഒരു ദിവസം അമ്മയ്ക്ക് സുഖമില്ലാണ്ടായി. അമ്മ മോനെ വിളിച്ചു. മോൻ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, നാളെ സംസാരിക്കാം അമ്മ, ഇന്നെനിക്ക് ടൈമില്ല. പിന്നീട് അമ്മ വിളിച്ചില്ല. പിന്നീട് അവന് വന്ന ഫോൺ കോള് അയൽവാസിയുടെ ആയിരുന്നു. അയാൾ പറഞ്ഞു, അമ്മ ഇനിയില്ല. മോൻ ഓടിയെത്തി. അവസാനമായിട്ട് അമ്മയുടെ ചടങ്ങുകളൊക്കെ ചെയ്തു. അമ്മയുടെ ഫോൺ അവനൊന്ന് തുറന്നു നോക്കി. അതിൽ ആ അമ്മ അവസാനമായിട്ട് ഡയൽ ചെയ്തിരിക്കുന്ന നമ്പർ മോൻ്റേതായിരുന്നു. അതായിരുന്നു ആ അമ്മയുടെ അവസാനത്തെ ഫോൺ. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ടൈമാണ്. നമ്മളുടെ അച്ഛനമ്മമാരൊക്കെ ജീവിച്ചിരിക്കുന്ന ടൈമായിരിക്കും നമ്മളുടെയൊക്കെ ഏറ്റവും നല്ല കാലം എന്ന് പറയും. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റൊക്കെ മാറ്റി വയ്ക്കാൻ പറ്റും. വേണമെന്ന് വെച്ചാൽ പറ്റണം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ അമ്മ വയ്യാണ്ടായി ആ മോനെ വിളിച്ചപ്പോൾ ആ ഫോൺ കോൾ ഒന്ന് അറ്റൻഡ് ചെയ്ത് ഒന്ന് ഓടിയെത്താൻ പറ്റുന്ന ദൂരത്താണെങ്കിൽ എത്തുമോ? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അയൽവക്കത്തുള്ളവരെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ആ അമ്മ ഇന്ന് ജീവനോടെ ഉണ്ടായിരിക്കും അല്ലേ? അപ്പം നമുക്ക് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം കുറച്ച് ടൈം, 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് അവർക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ.